ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം. നാം ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആദാമിന്റെ വംശപാരമ്പര്യമാവിത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ആദാമിന്റെ വംശപാരമ്പര്യമാവിത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വംശപാരമ്പര്യത്തെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമുക്കൊരു അടയാളം നൽകുന്നു. എന്താണ്? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ പേരുകളും ഇതുപോലെ രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകം ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഇന്ന് നാം ചിന്തിക്കേണ്ടുന്നത്, നാം ആ പുസ്തകത്തിനുള്ളിൽ നമ്മുടെ പേരുകൾ വരുവാൻ നാം യോഗ്യതയുള്ളവരാണോ? നമ്മുടെ ജീവിതം അത്തരത്തിലേക്ക് പോകുന്ന ഒരു ജീവിതമാണോ? നാം അത് ചിന്തിക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ പറയുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് വന്നു പോകുന്ന ഒരു ചിന്തയുണ്ട്, നാം അബദ്ധത്തിൽ ജനിച്ചു പോയതാണ്. നാം പലപ്പോഴും കളിയാക്കാറുള്ള ഒരു വാക്കാണ്, നാം ഇവിടെ വന്നു പെട്ടുപോയതാണ്, നാം ജനിച്ചു പോയതാണ്. എന്നാൽ അങ്ങനെയല്ല. നാം സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു തീരുമാനമുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നമ്മോട് പറയുന്നത്, നീ ഒന്നുമല്ലല്ലോ, നിന്നെ ഒന്നിനും കൊള്ളില്ലല്ലോ. ലോകം നമ്മെ പദവികൾ വച്ച് വിലയിരുത്തുമ്പോൾ ദൈവം നമ്മെ പദവികൾ വച്ച് വിലയിരുത്തുന്നവനല്ല. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഒരു ശില്പി ഒരു പ്രതിമയുണ്ടാക്കുകയാണ്, ഒരു മനോഹരമായ ഒരു പ്രതിമ. പക്ഷേ ആ പ്രതിമയെ തകർക്കുവാൻ ശില്പിക്ക് പെട്ടെന്ന് കഴിയില്ല. കാരണം ആ പ്രതിമയ്ക്കൊരു വിലയുണ്ട്. ആ പ്രതിമ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ആ ശില്പിയുടെ ഒരു പരിശ്രമമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശില്പി ഒരിക്കലും പെട്ടെന്ന് ആ പ്രതിമയെ നശിപ്പിച്ച് കളയില്ല. നാം ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ തീരുമാന പ്രകാരമാണ്. നാം ജനിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു കൈകൾ ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ നമ്മെ പെട്ടെന്ന് തകർക്കുവാൻ ദൈവത്തിനാകില്ല. കാരണം നാം ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ്. മറ്റു മനുഷ്യരുടെ മുമ്പിൽ വിലയില്ലാത്തവരായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ നാം വിലപ്പെട്ടവരാണ്. ഇവിടെ അടുത്ത് പറയുകയാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയം നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. നന്മയും തിന്മയും തിരിച്ചറിവാനുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു ബുദ്ധി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. പാപം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഈ സാദൃശ്യത്തിന് ഒരു മങ്ങൽ സംഭവിക്കും. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും പാപങ്ങൾ കടന്നു വരാറുണ്ട്. എന്നാൽ ഒന്ന് ഓർക്കുക, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാദൃശ്യത്തിന് ഒരു മങ്ങൽ സംഭവിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. പക്ഷെ അത് നശിച്ചു പോയിട്ടില്ല, അതൊരു മങ്ങിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും, അതിൽ നിന്ന് ഉയരുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനെ നമുക്ക് വീണ്ടും ഒരു പുതിയ അവസ്ഥയിലേക്ക്, ഒരു പുതിയ ജീവിത ആരംഭത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും കടഭാരങ്ങൾ ജീവിതത്തിൽ അലയടിച്ചു കൊണ്ടേയിരിക്കും. സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ വചനം പറയുന്നു, നീ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നീ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ നിന്റെ വിലയും വലുതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു പഴയ നാണയത്തൊട്ട് ഒരു മണ്ണിലേക്ക് വീഴുന്നു എന്ന് കരുതുക. ഈ മണ്ണിലേക്ക് വീഴുന്ന നാണയത്തൊട്ട് എടുത്ത് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വില ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ കടബാധ്യതയായിരുന്നാലും, സാമ്പത്തിക സമ്മർദ്ദമായിരുന്നാലും, വിവാഹത്തിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നാലും, ഭാവിയെക്കുറിച്ചുള്ള ഭയമായിരുന്നാലും, ഇതൊന്നും നമ്മുടെ വിലയെ നഷ്ടപ്പെടുത്തുന്നില്ല.
ദൈവസന്നിധിയിൽ എപ്പോഴും നമുക്ക് ആ വിലയുണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ അനേകം പേരുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുകയാണ്. ചിലർ ദീർഘകാലം ജീവിച്ചു, ചിലർ പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അവർക്കൊരു ജീവിത കാലയളവുണ്ട്. ഓരോ പേരുകൾക്കും പറയാൻ ഒരു ജീവിതമുണ്ട്. അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്: പിന്നെ അവൻ മരിച്ചു. നമ്മുടെ ജീവിതവും അത്രയേ ഉള്ളൂ. ദീർഘദൂരമല്ലാത്ത ഒരു ജീവിതത്തിലാണ് നാം ആയിരിക്കുന്നത്. പക്ഷെ ഏതാണ് വിലപ്പെട്ടത്? ആ ദൈവത്തോടുള്ള ബന്ധമാണ് നമുക്ക് വിലപ്പെട്ടത് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുക. ദൈവം ഇപ്പോൾ നമ്മുടെ പേരുകൾ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുകയാണെങ്കിൽ എപ്രകാരമായിരിക്കും എഴുതുന്നത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് എങ്ങനെയുള്ളതായിരിക്കും? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും? ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ എങ്ങനെയുള്ളതായിരിക്കും? മറ്റുള്ളവരോട് നാം കാണിക്കുന്ന ക്ഷമ എങ്ങനെയുള്ളതായിരിക്കും? നാം അത് വിലയിരുത്തേണ്ടുന്നത് അത്യാവശ്യമാണ്. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നല്ല രീതിയിൽ നമ്മുടെ പേരുകൾ എഴുതണം. അത്തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കണം നാം നയിക്കേണ്ടുന്നത്. അത് ഒറ്റയ്ക്ക് ആരാലും സാധ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മിലുണ്ടെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ വംശപാരമ്പര്യങ്ങൾ ദൈവം എഴുതി വെച്ചതുപോലെ നല്ല രീതിയിൽ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകളും എഴുതുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.